നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇടത് ഇസ്ലാമിക രാഷ്ട്രീയം ഗൂഗിളിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു ഗൂഗിൾ. നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുള്ള വേദിയല്ല ഗൂഗിൾ എന്ന് വ്യക്തമാക്കി ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചയാണ് രംഗത്ത് വന്നത്. ഇതൊരു ബിസിനസ് ആണെന്നും നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഇവിടെ സുരക്ഷിതത്വം ഇല്ല എന്ന് തോന്നിക്കുന്ന ഒരു കാര്യവും ഇവിടെ ചെയ്യാൻ പാടില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. നിങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വ്യക്തിഗത പ്ലാറ്റ്ഫോമായി ഗൂഗിൾ ഓഫീസിനെ ഉപയോഗിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗൂഗിളിന്റെ ജോലിക്കാർക്ക് അയച്ച മെമ്മോയിലാണ് രാഷ്ട്രീയം നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതി എന്ന കൃത്യമായ സന്ദേശം ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ നൽകിയത്. പ്രോജക്ട് നിംബസ് എന്ന പേരിൽ ഇസ്രായേലുമായുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കരാറിനെതിരെ പ്രതിഷേധിച്ച 28 ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് വാർത്തയായതിനു പിന്നാലെയാണ് മെമ്മോ വരുന്നത്. ഇസ്രായേലുമായുള്ള ബിസിനസ് ചെയ്യാനുള്ള ഗൂഗിളിന്റെ തീരുമാനം വന്നതിന് ശേഷം വംശഹത്യ അവസാനിപ്പിക്കുക എന്ന ടീഷർട്ട് ധരിച്ചുകൊണ്ട് ഗൂഗിളിലെ ചില പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. $1.2 ബില്യൺ ബിസിനസ് ആയിരുന്നു പ്രോജക്ട് നിംബസ്. ഇതിനെതിരെ ഒരു പ്രതിഷേധം വന്നതാണ് ഗൂഗിളിനെ ശരിക്കും ചൊടിപ്പിച്ചിരിക്കുന്നത്. പിരിച്ചുവിടൽ വാർത്തകൾ പരസ്യമായതിനു ശേഷം ഇത്തരം പെരുമാറ്റങ്ങൾക്കെതിരെ ഗൂഗിളിന്റെ ആഗോള സുരക്ഷാ മേധാവി ക്രിസ് റാക്കോ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ഗൂഗിൾ ഇത് വെച്ച് പൊറപ്പിക്കില്ലെന്നും ക്രിസ് റാക്കോ പറഞ്ഞു. നമ്മളുടെ പ്രവർത്തന സംസ്കാരം എല്ലാവർക്കും അറിയാം. നമ്മൾ സഹകരിക്കുന്നു, ചർച്ച ചെയ്യുന്നു, വിയോജിക്കുന്നു. അതിശയകരമായ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും മികച്ച ആശയങ്ങൾ പ്രവർത്തനക്ഷമമാക്കാനും നമ്മളെ പ്രാപ്തരാക്കുന്ന ഊർജ്ജസ്വലമായ തുറന്ന ചർച്ചയുടെ ഒരു സംസ്കാരം ഗൂഗിളിനുണ്ട്. അത് സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. എന്നാൽ ആത്യന്തികമായി ഇതൊരു ജോലിസ്ഥലമാണ്. ഞങ്ങളുടെ നയങ്ങളും പ്രതീക്ഷകളും വ്യക്തമാണ്. ഇതൊരു ബിസിനസ്സാണ്. സഹപ്രവർത്തകരെ തടസ്സപ്പെടുത്തുന്നതോ അവരെ സുരക്ഷിതരല്ലെന്ന് തോന്നുന്നതോ ആയ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്ഥലമല്ല കമ്പനി. അതിന്റെ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ഇത് ശ്രദ്ധ മാറിപ്പോകാനുള്ള സമയമല്ല, ഗൂഗിൾ വ്യക്തമാക്കി. വോക്ക് കൾച്ചർ എന്നറിയപ്പെടുന്ന നവ ഇടത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരം പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെറുതായി ഉയർന്നു വരാനുള്ള ശ്രമങ്ങളിലാണ്. ചില കോർപ്പറേറ്റ് കമ്പനികളുടെയും യൂണിവേഴ്സിറ്റികളുടെയും ഉള്ളിൽ ഈ ഇടത് സ്വാധീനമുള്ളവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർ പലപ്പോഴും കമ്പനികൾക്ക് വലിയ നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. ഇത്തരത്തിൽ ജോലിയിൽ രാഷ്ട്രീയം കയറ്റുന്നവരെ കൊണ്ട് വലിയ നഷ്ടം കഴിഞ്ഞ ദിവസം ഗൂഗിളിന് ഉണ്ടായിരുന്നു. ചാറ്റ് ജിപിടിക്ക് ബദലായി ഗൂഗിൾ കൊണ്ടുവന്ന ജെമിനി എന്ന നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ആപ്പിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത്. പലപ്പോഴും ഇടത് വ്യാഖ്യാനം വ്യക്തമാക്കുന്ന തെറ്റായ വിവരങ്ങളാണ് ജെമിനി ആപ്പിലൂടെ ഉപയോക്താക്കൾക്ക് ലഭിച്ചത്. ഇത് ഗൂഗിളിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മുറിവേൽപ്പിച്ചിരുന്നു. പൊതുവെ കമ്പനികൾ ഇവർക്കെതിരെ പ്രതികരിക്കാറില്ല. എന്നാൽ ഇപ്പോൾ ഇത്തരം ശല്യങ്ങൾക്കെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ട് വലിയൊരു മാതൃകയാണ് ഗൂഗിൾ നൽകുന്നത്. നിങ്ങൾ ഒരു ജോലി ചെയ്യാനായി ഇവിടെ വന്നാൽ അത് ചെയ്യുക, പോവുക. അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയമോ മതമോ ഇവിടെ കുത്തിത്തിരുകാൻ ശ്രമിക്കേണ്ടതില്ല എന്ന വ്യക്തമായ താക്കീതാണ് ഗൂഗിൾ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.